നമസ്കാരം. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായത് മുതൽ രാഹുൽ ഗാന്ധി എന്ന പപ്പുമോൻ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുകയാണ്. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചത് മുതൽ നരേന്ദ്രമോദി ഇന്ത്യ എന്ന രാജ്യത്തോടും അവിടുത്തെ ജനങ്ങളോടും കാണിച്ച മമതയും സ്നേഹവും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കലുമാണ് അതെന്ന് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും തിരിച്ചറിഞ്ഞതാണ്. എങ്കിലും രാഹുൽ ഗാന്ധി അത് കോൺഗ്രസിന്റെ നേട്ടമായി അവതരിപ്പിക്കാനും അത് വോട്ട് ബാങ്കാക്കി മാറ്റാനുമാണോ അനവസരത്തിൽ ശ്രമിച്ചതെന്ന ചോദ്യം പലവട്ടം പൊതുസമൂഹം ഉയർത്തി. ശരിക്കും ആ പ്രക്ഷോഭത്തിന് ശേഷമാണ് ഭാരതത്തിനൊരു പ്രതിപക്ഷ നേതാവുണ്ടെന്നും അയാൾക്ക് വായിൽ നാവുണ്ടെന്ന് പോലും ഇന്ത്യ മനസ്സിലാക്കിയത്. എന്നാൽ രാഹുൽ ഗാന്ധിയെ നാണം കെടുത്തിക്കൊണ്ട് ഇപ്പോൾ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന മറ്റാരുമല്ല സോനം വാങ്ചുക് തന്നെയാണ്. സോനം വാങ്ചുക് എന്ന് പറയുമ്പോൾ ആരാണ് എന്ന് ഇനി ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല എങ്കിലും ഒരിക്കൽ കൂടി വ്യക്തമാക്കി തരാം. CJP സമരം, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിലെ പ്രക്ഷോഭം നടന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും അതിലെ ക്രമക്കേടുകളുമൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അത് പരിഹരിക്കാനും അതിന് സർക്കാർ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടി നിരാഹാര സമരം അനുഷ്ഠിച്ച ആ വ്യക്തിയാണ് സോനം വാങ്ചുക്. ഈ സോനം വാങ്ചുക്കാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. പപ്പുമോനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്ത്യക്കാർക്ക് മൊത്തം അറിയാം. അതുതന്നെയാണ് വാങ്ചുക്കും പറഞ്ഞത്, പപ്പുമോൻ ഒരു ചുക്കും ചെയ്തില്ല എന്ന്. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അവകാശപ്പെട്ട ഡൽഹിയിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ അണിയറ പ്രവർത്തകരും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ പിരിയുകയാണ്, അല്ലെങ്കിൽ തല്ലിപ്പിരിയുകയാണ്. അവിടെ നടന്നത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനാപരമായ സമരമായിരുന്നില്ല എന്ന് പലവട്ടം കോൺഗ്രസും മറ്റ് എതിർപക്ഷ പാർട്ടികളും ഒക്കെ പറഞ്ഞപ്പോഴും അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇതിനുള്ളിൽ പൂർണ്ണമായ രാഷ്ട്രീയ തന്ത്രങ്ങളും ഗൂഢാലോചനകളും ഉണ്ട് എന്ന് പൊതുസമൂഹം പലപ്പോഴും ശബ്ദമുയർത്തിയിരുന്നു, അല്ലെങ്കിൽ സംശയിച്ചിരുന്നു. എന്നാൽ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോടുള്ള തൻ്റെ അതിരുകവിഞ്ഞ സ്നേഹവും വിശ്വാസവും ആരാധനയും എന്നാൽ അദ്ദേഹം കാണിച്ച നന്ദികേടും നെറികേടും ഊന്നിപ്പറഞ്ഞുകൊണ്ട് സോനം വാങ്ചുക്ക് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് ജനങ്ങളുടെ ശബ്ദം. ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന വിഷയങ്ങൾ പലപ്പോഴും ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് ദേശീയ ചർച്ചയായിട്ടുള്ളത്. വിദ്യാർത്ഥികളോ യുവജനങ്ങളോ കർഷകരോ സാമൂഹിക പ്രവർത്തകരോ ആയിരിക്കട്ടെ, അവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ സർക്കാരിന്റെ തീരുമാനങ്ങളിലേക്ക് നയിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ സ്വാഭാവിക വിജയമായി തന്നെയാണ് കാണേണ്ടത്. എന്നാൽ പലപ്പോഴും യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിന് പിന്നാലെ മറ്റൊരു മത്സരം തുടങ്ങാറുണ്ട്. ആ വിജയത്തിന്റെ രാഷ്ട്രീയ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള മത്സരം. അടുത്തിടെ ദേശീയ ശ്രദ്ധ നേടിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് ശേഷമുള്ള സംഭവ വികാസങ്ങളും ഇതേ ചോദ്യമാണ് ഉയർത്തുന്നത്, അല്ലെങ്കിൽ ഇതേ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്ക് വിവിധ രാഷ്ട്രീയ നേതാക്കൾ പിന്തുണ അറിയിച്ചു. അതോടൊപ്പം കേന്ദ്ര സർക്കാരും വിഷയത്തിൽ ഇടപെട്ട് ഭരണപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യ പ്രവർത്തകനായ സോനം വാങ്ചുക് നൽകിയ അഭിമുഖം വീണ്ടും ചർച്ചയാകുന്നത്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പലരും വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിച്ചുവെങ്കിലും അവയുടെ കേന്ദ്ര ആശയം ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജനകീയ പ്രക്ഷോഭങ്ങളെ രാഷ്ട്രീയ വിജയ പരാജയങ്ങളുടെ അളവുകോലായി കണ്ട പപ്പുമോനിലേക്കും കോൺഗ്രസ് നേതൃത്വത്തിലേക്കും. ജന്തർ മന്ദറിൽ തന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഭാര്യ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സഹായം തേടിയെങ്കിലും അനുകൂല പ്രതികരണം ലഭിച്ചില്ല എന്നാണ് സോനം വാങ്ചുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയിൽ നിന്ന് ജ്യൂസ് കുടിച്ച് നിരാഹാരം അവസാനിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമത്രേ. അതിനായി ഭാര്യ ഗീതാഞ്ജലി അഭ്യർത്ഥിച്ചെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ല എന്നാണ് സോനം വാങ്ചുക്ക് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇത് കോൺഗ്രസ് നേതാക്കളിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും തനിക്ക് കടുത്ത നിരാശയുണ്ടാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് വാങ്ചുക്കിന്റെ ഈ പ്രതികരണം ഉണ്ടായത്. ഞാൻ എൻ്റെ നിരാഹാരം രാഹുൽജിയിലൂടെ അവസാനിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അതിനായി ഗീതാഞ്ജലി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ രാഹുൽജിയിൽ നിന്ന് അനുകൂല പ്രതികരണമൊന്നും ലഭിച്ചില്ല എന്നാണ് വാങ്ചുക് കൃത്യമായി അതിൽ പറയുന്നത്. രാഷ്ട്രീയ നേതാക്കൾ വളരെ വൈകിയാണ് ജന്തർ മന്ദറിലെ സമരസ്ഥലത്ത് എത്തിയത്. ഈ നിരാശയാണ് തൻ്റെ ഭാര്യ രാഹുൽ ഗാന്ധിക്കെതിരെ പരസ്യമായി സംസാരിക്കാൻ കാരണമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ഭാര്യയ്ക്ക് വലിയ വിമർശനം നേരിടേണ്ടി വന്നതിനാൽ ഈ പശ്ചാത്തലം വ്യക്തമാക്കേണ്ടത് പ്രധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കഥ പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള രാഹുലിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തതിനാണ് ഗീതാഞ്ജലിക്ക് ഓൺലൈനിൽ രൂക്ഷമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതെന്നും അദ്ദേഹം ശക്തമായ ഭാഷയിൽ തുറന്നു പറയുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി CJP നടത്തിയ ആ സമരത്തെ സ്വന്തം സമരമാക്കി, അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചതിനെതിരെ സോനം വാങ്ചുക്കിന്റെ ഭാര്യ പ്രതികരിച്ചതാണ് രാഹുൽ ഗാന്ധിയെ ചൊടിപ്പിച്ചത്, അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചത്. ഇപ്പോൾ കാര്യം വളരെ വ്യക്തമായല്ലോ.
ഇനി ഇതൊന്നുമല്ലാത്ത മറ്റൊരു കാര്യം കൂടി സോനം വാങ്ചുക് പറയുന്നുണ്ട്. BJPക്കും ഹിന്ദുത്വ ശക്തികൾക്കുമെതിരെ ഗീതാഞ്ജലി ഇതിനു മുൻപ് നിരവധി ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അവർ മൗനം പാലിക്കുകയാണ് ഉണ്ടായത് എന്ന്. അതങ്ങനെയായിരിക്കുമല്ലോ. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒരു ജനാധിപത്യ രാജ്യത്തിൽ സ്വാഭാവികമാണ് എന്ന് തിരിച്ചറിയാനുള്ള മിനിമം ബുദ്ധി BJP പ്രവർത്തകർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഭരണകൂടത്തിനും അതുണ്ട്. സോനം വാങ്ചുക്കിൻ്റെ ഭാര്യയല്ല ആരാണെങ്കിലും, പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിച്ച് തിരുത്തുകയാണ് എല്ലായ്പ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടെ ശരിയായ രീതി. അതിനപ്പുറം ആ സ്ത്രീയെ കടന്നാക്രമിക്കുന്നതും അവരെ മാനസികമായി പീഡിപ്പിക്കുന്നതുമൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ രീതിയല്ല, ഭാരത സംസ്കാരത്തിൻ്റെ രീതിയല്ല. സനാതനധർമ്മം എന്താണ് എന്ന് അറിയുന്ന, അതിൽ വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും ഒരു സ്ത്രീയെ അത്തരത്തിൽ അപമാനിക്കാൻ ഈ കൊങ്ങികളെ പോലെ ഇറങ്ങിത്തിരിക്കുകയുമില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസ് എന്ന് പറയുന്ന പപ്പുമോൻ്റെ പാർട്ടിയും തമ്മിലുള്ള വലിയ അന്തരം. എന്നാൽ കോൺഗ്രസ് അനുകൂലികൾ തങ്ങളെ ഇരുവരെയും ലക്ഷ്യമിട്ട് ട്രോളുകളും സൈബർ ആക്രമണങ്ങളും അഴിച്ചുവിട്ടതായും വാങ്ചുക് ആരോപിക്കുന്നുണ്ട്. നേതൃത്വം ഇത്രയും സങ്കുചിത സമീപനം പുലർത്താൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞുവെച്ചു. സർക്കാരുമായി അർദ്ധരാത്രിയിൽ ഡീൽ ഉറപ്പിച്ചു എന്ന ആരോപണങ്ങളെയും അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. എനിക്ക് ഇത്രയും വലിയ ഡീലുകൾ ഉറപ്പിക്കാമായിരുന്നു, എന്നെ വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ വരെ ആവശ്യപ്പെടാമായിരുന്നു, എന്ത് ഡീൽ വേണമെങ്കിലും എനിക്ക് സാധ്യമാകുമായിരുന്നു. അത്തരമൊരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 26 ദിവസം നിരാഹാര സമരം ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുക എന്നത് മാത്രമായിരുന്നില്ല തന്റെ ലക്ഷ്യമെന്നും പരീക്ഷാ സമ്പ്രദായത്തിൽ പരിഷ്കാരങ്ങളും കൂടുതൽ ഉത്തരവാദിത്വവും ഉറപ്പാക്കുക എന്നതാണ് താൻ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും കാണുന്നൊരു പ്രവണതയാണ് ഒരു വിഷയത്തിലെ പൊതുജന വികാരം ശക്തമായാൽ വിവിധ കക്ഷികൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ പിന്നീട് ആ സമരത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ പലരും ശ്രമിക്കുമ്പോൾ യഥാർത്ഥ സമരക്കാരുടെ സംഭാവന തന്നെ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം തന്നെ പലപ്പോഴും പിന്നിലായി പോകും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും, അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലാകും. പ്രതിഷേധത്തിന്റെ ലക്ഷ്യവും ജനങ്ങളുടെ ആവശ്യവും മാറി രാഷ്ട്രീയ നേട്ടത്തിന്റെ ചർച്ചയാണ് പിന്നീട് മുൻനിരയിലാകുന്നത്. ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും വലിയ ഉത്തരവാദിത്വമുണ്ട്. ആരാണ് ആദ്യം വേദിയിലെത്തിയത്, ആരാണ് പിന്നീട് പ്രസംഗിച്ചത് എന്നതിലുപരി ആരുടെ ഇടപെടലാണ് യഥാർത്ഥ പരിഹാരത്തിലേക്ക് നയിച്ചതെന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ പുറത്തേക്ക് വരേണ്ടത്. രാഷ്ട്രീയ അവകാശവാദങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിഗമനങ്ങളിലും എത്താവൂ എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ജനാധിപത്യത്തിന് അനിവാര്യമാണ്. അങ്ങനൊരു കാലഘട്ടമാണിത്. സോനം വാങ്ചുക്കിന്റെ പരാമർശങ്ങളും അതിന് പിന്നാലെ ഉയർന്ന ചർച്ചകളും ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജനകീയ പ്രക്ഷോഭങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ വേദിയാകുമ്പോൾ യഥാർത്ഥ വിഷയങ്ങൾ പിന്നിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സമരത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ വേദിയിൽ പ്രസംഗിച്ചവരുടെ പേരുകൾ മാത്രമല്ല, തെരുവിൽ നിന്ന് ശബ്ദമുയർത്തിയ സാധാരണക്കാരുടെയും പേരുകളാണ് ആദ്യം ഓർമ്മിപ്പിക്കപ്പെടേണ്ടത്. അല്ലെങ്കിൽ ആ സമരക്കാർക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതിയവരെ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തവരെ, അവരെയാണ് ചരിത്രം കുറിച്ചുവെക്കേണ്ടത്. രാഷ്ട്രീയം ആ ശബ്ദത്തിനാണ് പിന്തുണ നൽകേണ്ടത്. പക്ഷേ ആ ശബ്ദത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് ജനാധിപത്യത്തിന് ഏറ്റവും ആരോഗ്യകരമായ സമീപനം, മര്യാദ. അത് പ്രതിപക്ഷം CJP സമരത്തിൽ കാണിച്ചില്ല എന്ന് സോനം വാങ്ചുക് തുറന്നു പറയുമ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും അഭിപ്രായം അതുതന്നെയാണ്, അതുമാത്രമാണ്.